ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. IPLൻ്റെ ആരവങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ത്യൻ ടീം കടക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചൂടിലേക്കാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടുമായിട്ടുള്ള പുതിയ ടെസ്റ്റ് സീരീസിലേക്കാണ് ഇന്ത്യൻ ടീം കടക്കുന്നത്. ജൂൺ 20 മുതൽ 24 വരെയാണ് ഫസ്റ്റ് ടെസ്റ്റ്. നമുക്കതിന് പ്ലേയിങ് 11 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രഡിക്റ്റഡ് പ്ലേയിങ് 11 എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചതിന് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീം പുതിയൊരു തലത്തിലേക്ക് അജിങ്ക്യ രഹാന, ചേതേശ്വർ പൂജാര പോലെയുള്ള പ്രമുഖരായ ക്രിക്കറ്റേഴ്സ് എല്ലാം മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു ടീമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഋഷഭ് പന്താണ് അദ്ദേഹത്തിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് അരങ്ങേറാൻ പോകുന്നത്. പ്ലേയിങ് 11ലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ടീം സെലക്ഷനിൽ തന്നെ കുറേ മാറ്റങ്ങൾ, അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം കരുൺ നായർ ഒരു ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് വരാനുള്ള ആ മൊമെൻറ്റം കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത പോയതോ അതോ സെലക്ടേഴ്സ് അദ്ദേഹത്തിനെ കൈയൊഴിഞ്ഞതോ എന്നറിയില്ല. എന്തായാലും കഴിഞ്ഞ ആഭ്യന്തര സീസണിൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചതിൻ്റെ പേരിൽ വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം ടെസ്റ്റ് ടീമിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ്. പ്രാക്ടീസ് മാച്ചിൽ തന്നെ ഡബിൾ സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ആഘോഷിച്ചത്. പിന്നെ എടുത്തു പറയേണ്ടത് ഷർദുൽ താക്കൂർ IPL അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ IPL അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ആഭ്യന്തര ക്രിക്കറ്റിൽ, അതായത് മുംബൈക്ക് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ഒരു ഓൾറൗണ്ട് പെർഫോമൻസ്, ബാറ്റ് കൊണ്ട് ബോൾ കൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനിടയായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ ഭാഗത്തിൽ ശുഭ്മാൻ ഗില്ല് ഓപ്പണർ സ്ഥാനത്തുണ്ട്. ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളുമാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. ഫസ്റ്റ് ഡൗണിൽ ഒന്നുകിൽ KL രാഹുലോ അല്ലെങ്കിൽ കരുൺ നായരോ ആയിരിക്കും ഇറങ്ങുന്നത്. സായി സുദർശനെ ടീമിൽ ബാക്കപ്പ് ഓപ്പണറായിട്ടായിരിക്കും ടീമിൽ കരുതിയിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം വരുന്നത് ഋഷഭ് പന്ത് ആയിരിക്കും. ഋഷഭ് പന്തിന് ചാൻസ് കൊടുത്തില്ല എങ്കിൽ സായി സുദർശന് മിക്കവാറും ഒരു ചാൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളിന് ശേഷം ഒന്നുകിൽ KL രാഹുലോ അല്ലെങ്കിൽ കരുൺ നായരോ ആയിരിക്കും വരുന്നത്. കരുൺ നായരും KL രാഹുലും ഫസ്റ്റ് ഡൗൺ സെക്കൻഡ് ഡൗൺ ആ ഒരു ഫോർമാറ്റിലായിരിക്കും അവർ ബാറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഒന്നുകിൽ ഋഷഭ് പന്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ചാൻസിൽ സായി സുദർശനും കടന്നുകൂടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഹർദിക് പാണ്ഡ്യയുടെ ഒഴിവിലേക്ക് ഹർദിക് പാണ്ഡ്യ ടെസ്റ്റ് ടീമിലേക്ക് അദ്ദേഹത്തിനെ പരിഗണിക്കുന്നില്ല. നിതീഷ് കുമാർ റെഡ്ഡി, അദ്ദേഹത്തിന് കഴിഞ്ഞ ടെസ്റ്റ് സീരീസിലും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഈ ടെസ്റ്റിലും അദ്ദേഹത്തിന് എടുക്കുന്നത്. IPL അദ്ദേഹത്തിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഫോം തുടരുമെന്ന് തന്നെ നമുക്ക് കരുതാം. നിതീഷ് കുമാർ റെഡ്ഡിക്ക് ശേഷം ഇന്ത്യയുടെ രവിചന്ദ്രൻ അശ്വിനൊപ്പം തന്നെ നല്ലൊരു സ്പിൻ പാർട്ണർഷിപ്പ് കാത്തു സൂക്ഷിച്ചിരുന്ന രവീന്ദ്ര ജഡേജ ഏകദേശം വിരമിക്കാനുള്ള വക്കിലാണെന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ വർഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുടെയും കൂടെ തന്നെ അദ്ദേഹം 2020 നിന്ന് വിരമിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം തുടരുന്നുണ്ട്. രവീന്ദ്ര ജഡേജയ്ക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. നല്ലൊരു ഓൾറൗണ്ടർ തന്നെയാണ് അദ്ദേഹം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുംബൈക്ക് വേണ്ടി കഴിഞ്ഞ ആഭ്യന്തര സീസണിൽ തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ച ഷർദുൽ താക്കൂറും ഓൾറൗണ്ടർ സ്ഥാനത്ത് തന്നെ അദ്ദേഹം തുടരും. പിന്നെ നമുക്ക് അതിന് പറയുന്നത് ജസ്പ്രീത് ബുംറ, നമ്മുടെ ജസ്പ്രീത് ബുംറ തന്നെയാണ്. ബുംറ തിരിച്ചെത്തുന്നത് തന്നെ ടീമിന് നല്ലൊരു ഇമ്പാക്റ്റാണ്. അർഷ്ദീപ് സിംഗ് ഉണ്ട്, മുഹമ്മദ് സിറാജ്, അതായത് നിതീഷ് കുമാർ റെഡ്ഡി, ഷർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, ഈ 4 പേരുള്ളത് കൊണ്ട് തന്നെ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും 11ാമത്തെ ആളെ തീരുമാനിക്കുന്നത്. സ്പിന്നിന് അനുകൂലമാകുക, അതായത് ചിലപ്പം ഫസ്റ്റ് 2 ഡേയ്സിന് ശേഷം പിച്ച് അനുകൂലമാവുകയാണെങ്കിൽ കുൽദീപ് യാദവിനെ ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതായത് ഫസ്റ്റ് പിച്ച് നോക്കിയിട്ടായിരിക്കും ടീമിനെ ലാസ്റ്റ് തീരുമാനിക്കുന്നത്. അതായത് ഫാസ്റ്റ് ബോളിങ്ങിനെ അനുകൂലിക്കുന്ന പിച്ചാണെങ്കിൽ മുഹമ്മദ് സിറാജ് തന്നെ അന്തിമ 11ൽ ഇടം നേടും. അല്ലാന്നുണ്ടെങ്കിൽ കുൽദീപ് യാദവിനായിരിക്കും ചാൻസ് കിട്ടുന്നത്. അപ്പം വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം നമ്മുടെ സച്ചിൻ, ഗാംഗുലി, സേവാഗ് അവരൊക്കെ വിരമിച്ചപ്പോൾ നമുക്ക് ഒരു വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു, രോഹിത് ശർമ്മ ഉണ്ടായിരുന്നു.
അവരൊക്കെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ച വ്യക്തികളാണ്. അശ്വിൻ വിരമിച്ചതിന് ശേഷമുള്ള ടെസ്റ്റാണ്. അപ്പം സ്പിൻ ഏരിയ രവീന്ദ്ര ജഡേജ ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. ഞാനീ പറഞ്ഞതുപോലെ തന്നെ കുൽദീപ് യാദവിനെ പിച്ച് റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ടീമിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഈ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം നമുക്ക് അതിന് പകരം കണ്ടെത്തിയിരിക്കുന്ന കരുൺ നായർ അദ്ദേഹത്തിന് പ്രാക്ടീസ് മാച്ചിൽ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡബിൾ സെഞ്ചുറി അടിച്ചു. അദ്ദേഹം ഒരു വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. നമുക്കപ്പോൾ അദ്ദേഹത്തിന് എന്തോരം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പിന്നീടുള്ള കെ എൽ രാഹുൽ നല്ലൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. അദ്ദേഹം തന്നെ ആയിരിക്കും വിക്കറ്റ് കീപ്പർ ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഋഷഭ് പന്തിന് ചാൻസ് 50-50 കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ അദ്ദേഹം സൈഡ് ബെഞ്ചിലായിരുന്നു, കെ എൽ രാഹുലായിരുന്നു വിക്കറ്റ് കീപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ച സാഹചര്യത്തിൽ കെ എൽ രാഹുലിനെ ഫസ്റ്റ് ഓൺ സെക്കൻഡ് ഓണിലേക്ക് പരിഗണിച്ചുകൊണ്ട് ഋഷഭ് പന്തിനെയും ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും, കാരണം ചില നിർണായക നിമിഷങ്ങളിൽ ഋഷഭ് പന്തിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മുൻകാലങ്ങളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ശുഭ്മാൻ ഗില്ല്, യശസ്വി ജയ്സ്വാൾ, കെ എൽ രാഹുൽ, കരുൺ നായർ, ഋഷഭ് പന്ത്, നിതീഷ് കുമാർ റെഡ്ഡി, രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, ഹർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ് ഓർ കുൽദീപ് യാദവ്, ഷർദുൽ താക്കൂർ. ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേയിങ് 11. പിന്നെ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ അന്നത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ടെസ്റ്റിൻ്റെ 20-ാം തീയതിയാണ് ഫസ്റ്റ് ടെസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഓൾ ദി ബെസ്റ്റ് ടീം ഇന്ത്യ. ബൈ ഫ്രണ്ട്സ്.